നമ്മുടെ നാട്ടിലെ അക്ഷയ സെന്ററുകളുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറം തിരൂർ ആലിങ്ങലിലെ അക്ഷയ സെന്ററിലുണ്ടായ സംഭവം നിങ്ങൾ അറിയണം. അക്ഷയ സെന്റർ വഴി ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി 38 വ്യാജ ആധാർ കാർഡുകളാണ് നിർമ്മിച്ചത്. രാജ്യാതിർത്തി പ്രദേശത്തു നിന്നും എനി ഡെസ്ക് വഴി വെബ്സൈറ്റിലേക്ക് നുഴഞ്ഞു കയറിയാണ് ആധാറുകൾ സൃഷ്ടിച്ചതെന്നാണ് സൂചന. ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണോ വ്യാജ ആധാറുകൾ നിർമ്മിച്ചതെന്നും സംശയിക്കുന്നുണ്ട്. ഈ 38 ആധാറുകളും റദ്ദാക്കിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ആലിങ്ങലിലെ അക്ഷയ സെന്റർ വഴിയാണ് അജ്ഞാതർ ആധാർ വെബ്സൈറ്റ് സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. റിമോട്ട് ആക്സസ് മുഖേന ആലിങ്ങലിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നുഴഞ്ഞു കയറുകയും ആധാർ എൻറോൾമെന്റ് നടത്തുകയുമായിരുന്നു. 38 ആധാറുകളാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചത്. ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയോ ചാരപ്രവർത്തനത്തിന് വേണ്ടിയോ ആണ് ഇതെന്ന് സംശയിക്കുന്നു. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത 38 ആധാറുകളും UID സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 12-നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള അഡ്മിനാണെന്ന് പറഞ്ഞ് ആലിങ്ങലിലെ അക്ഷയ സെന്ററിലേക്ക് ഫോൺ കോൾ വന്നത്. സെന്ററിന്റെ ആധാർ മെഷീൻ 10,000 എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വീണ്ടും വേരിഫിക്കേഷൻ ആവശ്യമാണെന്നും എനി ഡെസ്ക് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു. UIDയിൽ നിന്നാണ് എന്നതിനാൽ സംശയമില്ലാതെ എനി ഡെസ്ക് കണക്ട് ചെയ്തു. ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയിലായി. തുടർന്നാണ് വ്യാജ എൻറോൾമെന്റ് നടന്നത്. വേരിഫിക്കേഷൻ പൂർത്തിയാണെന്നും പരീക്ഷണാർത്ഥം ഒരാളുടെ എൻറോൾമെന്റ് നടത്താനും ആവശ്യപ്പെട്ടു. ഇതും വിജയമായതോടെ വിളിച്ചയാൾ എനി ഡെസ്ക് കണക്ഷൻ വിച്ഛേദിച്ചു. ഇതിനിടയിൽ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ കടത്തിവിട്ടിരുന്നു. ഈ കാര്യം അക്ഷയ സെന്റർ അറിഞ്ഞതുമില്ല. അന്നേ ദിവസം 65 ആധാർ എൻറോൾമെന്റുകളാണ് ഇവിടെ നടത്തിയത്. ഇതിൽ 38 സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എൻറോൾ ചെയ്യപ്പെട്ട ഓരോ ആധാറും UID വിശദമായി പരിശോധിച്ചപ്പോഴാണ് വിരലടയാളം, കണ്ണ് എന്നിവ പകർത്തിയതിലെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ അപ്ലോഡായിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലടയാളവും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലിലൂടെ ലൊക്കേഷൻ പശ്ചിമബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് വ്യക്തമായി. ഇതിൽ പശ്ചിമബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ്. ജനുവരി 30-ന് വിവരം കേരളത്തെ അറിയിക്കുകയും 31-ന് മലപ്പുറം ജില്ലാ അക്ഷയ ഓഫീസിൽ നിന്നും തിരൂരിലെ അക്ഷയ സംരംഭകന് നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ചെയ്തു. ഡാറ്റകൾ ശേഖരിക്കുകയും ആധാർ മെഷീൻ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ സംരംഭകനും തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മലപ്പുറം ജില്ലാ ഓഫീസിൽ നിന്നും സൈബർ പോലീസിലേക്കും പരാതി ഓൺലൈനായി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.